വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ ഫോൺ കൊണ്ടു വെച്ചാലും അവിടെയൊക്കെ ഒരു തല പ്രത്യക്ഷപ്പെടുന്ന കാണാം. ഫോൺ ഇങ്ങനെ തിരിച്ചു വെക്കുന്നത് കൊണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് ആൾക്ക് മനസ്സിലാവാറില്ല കേട്ടോ. എങ്ങനെ എവിടെ ഫോൺ വെച്ചാലും അത് മണത്തറിഞ്ഞ ആൾ വന്നിട്ട് അതിൽ അലമുണ്ടാക്കാനായിട്ട് നോക്കും. നിധിക്കുട്ടി ഇതേ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഈ ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കൊരു ചിത്താന്താണല്ലോ, അതിൻ്റെ കരച്ചിലാണ് കേട്ടോ കാണുന്നത്. പിന്നെ കുറച്ച് സമയം തോളിലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കിയപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയി. പിന്നെ ബാക്കി പണികളൊക്കെ ഒന്ന് ചെയ്തു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉമ്മച്ചി പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് വലിയ പാടുപെടേണ്ടി വന്നില്ല. നമുക്ക് ഇവിടെ ഇന്നാണ് കേട്ടോ ഇലക്ഷൻ. അപ്പോൾ അത്തച്ചി രാവിലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വന്നു. ആ സമയത്ത് നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഉമ്മച്ചിയാണെങ്കിൽ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഓട്ടോ പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്കും മറ്റുമ്മച്ചിക്കും അത്തച്ചിക്കും മങ്കുഴി സ്കൂളിലാണ് വോട്ട്, എനിക്ക് പാറേക്കോല സ്കൂളിലാണ്. അപ്പോൾ അവരെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ പാറേക്കോല സ്കൂളിൽ വന്നു. ഉച്ചയ്ക്ക് ആയതുകൊണ്ടേ നട്ടുച്ച വെയിലാണല്ലോ, അപ്പോൾ തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. മങ്കുഴി സ്കൂളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ പോയ സമയത്ത് എൻ്റെ ആ ഒരു ബൂത്തിൽ ഒത്തിരി ആളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പോയതേ തന്നെ ചെയ്തിട്ട് വന്നു. അവിടെ നോക്കുമ്പോൾ ഒറ്റ ഓട്ടോ ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഓട്ടോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് കണ്ട് ഞാൻ അവിടെ നിന്ന് നടന്നു വന്നു. പിന്നെ ഞാനാണെങ്കിൽ ഒരുമാതിരി ഓഞ്ഞ കോലത്തിലാണ് പോയത്. കാരണം ഉമ്മച്ചി ഓട്ടോ പിടിച്ച് പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും പിന്നെ ഓട്ടോ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഡ്രസ്സും എടുത്തിട്ടിട്ട് പോയതാണ്. പക്ഷേ തിരിച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ തട്ടിക്കൂട്ടി ആ ഒരു വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം, ആ വെയിലത്തോടെ നടന്നു വന്നതിൻ്റെ അത് തോന്നുന്നു. പിന്നെ ചോറുണ്ടാനൊന്നും തോന്നിയില്ല കേട്ടോ. എന്നാൽ പിന്നെ ഉടുമ്പന്നൂർ പോയിട്ട് ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഉടുമ്പന്നൂരേക്ക് വന്നതാണ്. ഇവിടെയും ഒരു മനുഷ്യനില്ല, എല്ലാവരും വോട്ടിൻ്റെ ഒക്കെ തിരക്കിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. എന്തോ കഴിക്കാൻ അവൻ ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയ്ക്ക് ഓർഡർ ചെയ്തു. പിന്നെ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഷെയ്ക്ക് വേണം തോന്നിയില്ല, ഒരു മിൻറ്റിലയും ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. ഞങ്ങളിങ്ങനെ ക്യാമറ നോക്കി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ ആദ്യം നട്ട്സ് ഷെയ്ക്കാണ് കേട്ടോ വന്നത്. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ ദിവസമായിട്ട് പറയുന്നത് പുറത്തു പോകാമെന്ന്, കുറേ ആയി ഇങ്ങനെ ഒന്നും വരാതെയൊക്കെ. അപ്പോൾ എന്തായാലും അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാനിങ്ങ് വന്നത്. പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു സംഭവമായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാകെ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്കത് മതിയായിരുന്നു. പിന്നെ മിൻറ്റിലയും ഞാൻ കുടിക്കണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ ഇത് ഭയങ്കര മധുരമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് കുടിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചായക്കുള്ളതും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം നേരത്തെ എടുത്ത വീഡിയോ പിന്നെ ഈ വീഡിയോ എല്ലാം കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് നിധിമോൾ അപ്പം തന്നെ ഉറങ്ങിപ്പോയി. ഞാനും കയറി കിടന്ന് ഉറങ്ങിയിട്ടോ. ഒരുമാതിരി അന്തം കുന്തം ഇല്ലാത്ത ഉറക്കമായിരുന്നു. രാത്രി ഉറക്കം ശരിയാവാത്തത് കൊണ്ട് പകലൊന്ന് കിടക്കുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. ഈ പകലുറങ്ങുന്ന ശീലമേ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അത് വൃത്തികെട്ട ശീലമാണ്. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വെളിവും ഉണ്ടാവില്ല.